ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാറുണ്ടാക്കി മോനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ക്യാരറ്റ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ മോൻ വന്നിട്ട് പറഞ്ഞു പുട്ടുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുട്ടിന് പൊടിയൊക്കെ നനച്ച് വെച്ചു. ബീറ്റ്റൂട്ട് കുറച്ചെടുത്ത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ ആക്കി വെച്ചു. അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ദേ പുട്ടുകുറ്റി അടുപ്പത്ത് വെച്ചു. അപ്പോൾ വെള്ളം തിളക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് കൂടെ തന്നെ അത് വെക്കുകയും ചെയ്തു. മോൻ മദ്രസയിൽ പോയിരിക്കണം. അപ്പോൾ വരുമ്പോഴത്തേനും മോൻക്ക് വിശക്കും. അപ്പോഴത്തേനും ഞാൻ ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാത്രിക്കൽക്കുള്ളതാണ്. മോൻ വരുമ്പോൾ 6:30 ആവും മദ്രസയിൽ നിന്ന്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി. പിന്നെ രണ്ടുപേരും വന്നപ്പോഴത്തേനും ഐശുക്കുട്ടിയും മോളും സ്കൂളിൽ വിട്ട് വന്നു. അവർ കുളിക്കാൻ പോയിട്ട് ഞാൻ ഇന്ന് കുറുക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറുക്കൊക്കെ കുടിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഗ്രേറ്റ് ചെയ്തത് അതിൻ്റെ ഇടയിലെടുത്ത് കഴിക്കാനൊക്കെ വന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീറ്റ്റൂട്ടൊക്കെ. അപ്പോൾ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ മോൻ പറഞ്ഞു മോൻക്ക് ബീറ്റ്റൂട്ട് അധികം ഇടണ്ടെന്ന് പറഞ്ഞു. എന്നാലും മോൻ കഴിച്ചു കേട്ടോ. സാമ്പാറും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ചോറുണ്ടായിരുന്നു. ചോറ് ഞാൻ കഴിച്ചു. ബാക്കിയുള്ളത് മക്കളും കൂടെ കഴിച്ചു. അപ്പോൾ രാത്രിക്കലത്തത് ഇന്ന് പുട്ടാണ് കേട്ടോ. പിന്നെ അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്ത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ വേഗം പണി കഴിയും. അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് ആയാലും എന്തായാലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അവിടെ ക്ലീൻ ചെയ്തിടാൻ, ഇല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ തോന്നും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മക്കൾ വന്നു. ഇപ്പോൾ അവർ കുറച്ച് ദിവസമായിട്ട് ട്യൂഷനൊന്നുമില്ല. അവർ തന്നെയാണ് കേട്ടോ പഠിക്കണം. ഞാനും പഠിപ്പിച്ചു കൊടുക്കും കൂടെ. അപ്പോൾ ഐശുക്കുട്ടിക്ക് കുറേ 4 ലൈനിലും 2 ലൈനിലൊക്കെ എഴുതാനുണ്ടായിരുന്നു. ഉമ്മോൾക്കും ഉണ്ട്. അപ്പോൾ അത് എഴുതാനുള്ളത് അവർ വന്നപ്പോൾ തന്നെ എഴുതാനിരിക്കും കേട്ടോ. പിന്നെ പഠിപ്പിച്ചു കൊടുക്കൽ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. നല്ല ടേസ്റ്റാട്ടോ പുട്ട് ഉണ്ടാക്കാൻ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ബായ്.